ഇറാനെ നിഷ്പ്രയാസമൊതുക്കാമെന്ന അമേരിക്കയുടെ അതിമോഹങ്ങൾക്ക് പശ്ചിമേഷ്യയുടെ മണ്ണിൽ തിരിച്ചടിയേൽക്കുകയാണ് എന്ന വാർത്തയാണ് ഇന്ന് ലോകമാകെ ചർച്ചയാക്കുന്നത്. അത്യാധുനിക ആയുധങ്ങളുമായി അമേരിക്ക തൊടുത്തുവിട്ട ഓരോ നീക്കവും ഇറാൻ മണ്ണിൽ നിമിഷനേരം കൊണ്ട് തകർത്തെറിയപ്പെടുകയാണുണ്ടായത്. ലോകം വിറയ്ക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും വെറും കളിപ്പാട്ടങ്ങളെപ്പോലെ നിർവീര്യമാക്കപ്പെടുമ്പോൾ അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിനാണ് ആഴത്തിൽ മുറിവേൽക്കുന്നത്. അമേരിക്കൻ താവളങ്ങളിൽ നിന്നുയരുന്ന പുക വെറും നാശനഷ്ടങ്ങളുടേതല്ല, മറിച്ച് അജേയമായ സൈനിക മേൽക്കോയ്മ എന്ന അമേരിക്കൻ മിഥ്യാധാരണയുടെ തകർച്ചയുടേതുകൂടിയാണ്. ഇറാൻ മണ്ണിലെ ഈ അപ്രതീക്ഷിത പ്രതിരോധം ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഫെബ്രുവരി 28-ന് സംഘർഷം തുറന്ന യുദ്ധാവസ്ഥയിലേക്ക് കടന്നതിനുശേഷം പേർഷ്യൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമായ സമ്മർദ്ദത്തിലാണ്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. സാധാരണ ആക്രമണങ്ങളായിരുന്നില്ല ഇവ. കമാൻഡ് സെന്ററുകൾ, സംഭരണ വെയർഹൌസുകൾ, വിമാന ഹാംഗറുകൾ, ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രങ്ങൾ, റൺവേകൾ, റഡാർ സംവിധാനങ്ങൾ, നിരീക്ഷണ വിമാനങ്ങൾ തുടങ്ങി സൈനിക പ്രവർത്തനങ്ങളുടെ നാഡിയെ തന്നെ ലക്ഷ്യമിട്ട ആക്രമണങ്ങളാണ് നടന്നതെന്ന് പറയപ്പെടുന്നു. കുറഞ്ഞത് 7 രാജ്യങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ ബാധിച്ചെന്ന അവകാശവാദം ശരിയാണെങ്കിൽ ഇത് പ്രാദേശിക പ്രതികാരമല്ല, മറിച്ച് അമേരിക്കയുടെ മേഖലാതല മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്ന ഏകോപിത സൈനിക സന്ദേശമാണ്. ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചവയിൽ ഏറ്റവും ശ്രദ്ധ നേടിയിരിക്കുന്നത് നോർത്രോപ്പ് ഗ്രൂമൻ E-3 സെൻട്രി പോലുള്ള അമേരിക്കൻ നിരീക്ഷണ കമാൻഡ് വിമാനങ്ങളാണ്. ഒരു താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഇത്തരം വിമാനത്തിന് നാശനഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ സൈനിക സാങ്കേതിക ശക്തിയുടെ പ്രതീകങ്ങളിലൊന്നിന് നേരിട്ട ആഘാതമായി വിലയിരുത്തപ്പെടുന്നു. കാരണം AWACS പോലുള്ള സംവിധാനങ്ങൾ വെറും വിമാനമല്ല, യുദ്ധഭൂമിയുടെ കണ്ണും ചെവിയുമാണവ. അവ ഉപയോഗിച്ചാണ് ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നത്, വിമാനങ്ങളെ ഏകോപിപ്പിക്കുന്നത്, പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അത്തരമൊരു സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് യുദ്ധതന്ത്രപരമായും പ്രതീകാത്മകമായും വലിയ തിരിച്ചടിയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം റൺവേകളും റഡാറുകളും സൈനിക ഗതാഗതത്തിനും നിരീക്ഷണത്തിനും നിർണായകമായ മറ്റു സംവിധാനങ്ങളും കേടുപാടുകൾ നേരിട്ടിട്ടുണ്ട്. ഇത് വെറും കെട്ടിടനാശമല്ല, ഒരു താവളത്തിന്റെ പ്രവർത്തനക്ഷമത തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ്. റൺവേ ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയിലായാൽ വിമാനങ്ങൾ പറക്കില്ല. റഡാർ തകരുമ്പോൾ പ്രതിരോധ വലയം അന്ധമാകും. ഉപഗ്രഹബന്ധം തകരുമ്പോൾ കമാൻഡ് ശൃംഖല താളം തെറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ സ്വീകരിച്ച തന്ത്രം വ്യക്തമാണ്. ശത്രുവിനെ നേരിട്ട് തോൽപ്പിക്കേണ്ടതില്ല, പക്ഷേ അവന്റെ യുദ്ധയന്ത്രത്തെ മന്ദഗതിയിലാക്കാം. ഇതിനൊപ്പം സാമ്പത്തിക ചെലവും വൻതോതിലാണുയരുന്നത്. അറ്റകുറ്റപ്പണികൾക്ക് കോടിക്കണക്കിന് ഡോളർ ചെലവാകുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരാധുനിക റഡാർ സംവിധാനത്തിന്റെ പുനഃസ്ഥാപനം, സുരക്ഷിത കമാൻഡ് സെന്ററുകളുടെ നവീകരണം, വിമാനങ്ങളുടെ പരിചരണം, റൺവേ പുനർനിർമ്മാണം, അധിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കൽ, ഇവയ്ക്കെല്ലാം അതിശയിപ്പിക്കുന്ന തുകയാണ് ആവശ്യം. യുദ്ധത്തിൽ നഷ്ടമാകുന്നത് ആയുധങ്ങൾ മാത്രമല്ല, സമയം, പ്രവർത്തന വേഗത, സൈനിക ആത്മവിശ്വാസം, ഭാവി വിന്യാസ പദ്ധതികൾ ഇവയും കൂടിയാണ്. അതേസമയം യുദ്ധത്തിന്റെ മറുവശത്ത് ഇറാൻ സ്വന്തം വിജയകഥ പണിയുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ സഞ്ചാൻ പ്രവിശ്യയിൽ അമേരിക്ക ഉപയോഗിച്ചതായി പറയപ്പെടുന്ന 3 GBU-57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കണ്ടെത്തി നശിപ്പിച്ചതായും മറ്റൊന്ന് നിർവീര്യമാക്കി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും അവകാശപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ആണവോത്തര ബോംബായി കണക്കാക്കപ്പെടുന്ന ഈ ആയുധം ആഴത്തിലുള്ള ഭൂഗർഭ സൗകര്യങ്ങൾ തകർക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 30,000 പൗണ്ട് ഭാരമുള്ള ഈ ബോംബ് അമേരിക്കയുടെ ഏറ്റവും ഭീകരമായ പരമ്പരാഗത ആയുധങ്ങളിലൊന്നാണ്. അത്തരമൊരായുധം പോലും തങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാകുമെന്ന് ഇറാൻ ലോകത്തോട് പറയാൻ ശ്രമിക്കുകയാണിത്. IRGCയുടെ പ്രസ്താവനയിൽ കൂടുതൽ വലിയ അവകാശങ്ങളുമുണ്ട്. പ്രവിശ്യയിലുടനീളം വർഷിക്കപ്പെട്ട 9,500-ലധികം ബോംബുകളും വിവിധതരം മിസൈലുകളും റോക്കറ്റുകളും കണ്ടെത്തി നിർവീര്യമാക്കിയതായും ചിലത് നശിപ്പിച്ചതായും അവർ പറയുന്നു. കൂടാതെ GBU-39 സ്മോൾ ഡയമീറ്റർ ബോംബ് ഉൾപ്പെടെയുള്ള ക്രൂയിസ് മിസൈലുകളും കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. ഈ അവകാശങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഇറാൻ ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു: അമേരിക്കയുടെ സാങ്കേതിക മേൽക്കോയ്മയെ ഭയപ്പെടുന്നില്ല, അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. യുദ്ധത്തിൽ വിജയിക്കുന്നതിലുപരി സ്വന്തം ജനങ്ങളുടെയും സഖ്യങ്ങളുടെയും മനോവീര്യം ഉയർത്തുകയാണ് ഇത്തരം പ്രസ്താവനകളുടെ ലക്ഷ്യം. ഇതിനിടയിൽ യുദ്ധത്തിന്റെ പ്രാദേശിക തലവും അതീവ സങ്കീർണമാണ്. അമേരിക്കയിൽ തന്നെ യഥാർത്ഥ നാശനഷ്ടം എന്താണ് എന്ന കോൺഗ്രസിനും നിയമനിർമ്മാതാക്കൾക്കും വ്യക്തതയില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചില റിപ്പബ്ലിക്കൻ നേതാക്കൾ വിവരങ്ങൾ മറച്ചുവെക്കുന്നു എന്നാരോപിക്കുന്നു.
പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനുള്ള ആവശ്യങ്ങൾ ഉയരുന്ന സമയത്ത് യുദ്ധനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് പുറത്തുവിടാത്തത് ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര വിമർശനങ്ങൾ ശക്തമാക്കാം. യുദ്ധം വിദേശ മണ്ണിലാണ് നടക്കുന്നതെങ്കിലും അതിന്റെ പ്രാദേശിക വില അമേരിക്കയിലാണ് അടക്കേണ്ടിവരുന്നത്. വെടിനിർത്തൽ ശ്രമങ്ങളും ഈ പശ്ചാത്തലത്തിൽ അനിശ്ചിതത്വമാണ്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലായെന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇറാൻ-അമേരിക്ക ചർച്ചകൾ നിർണായക പുരോഗതി കൈവരിച്ചിട്ടില്ല. അമേരിക്കയുടെ അധിക ആവശ്യങ്ങൾ, നാവിക ഉപരോധം, സുരക്ഷാ ഉറപ്പുകൾ, നിയോഗ നയങ്ങൾ എന്നിവ പ്രധാന തർക്കവിഷയങ്ങളാണ്. യുദ്ധഭൂമിയിൽ ഒരാൾക്കും നിർണായക വിജയം നേടാനാകാത്തപ്പോൾ നയതന്ത്രമാണ് അവസാന വഴി. പക്ഷേ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വിശ്വാസം പുനർനിർമ്മിക്കുക എളുപ്പമല്ല. അമേരിക്കയ്ക്കിപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുണ്ടാകാം, പക്ഷേ അതിനി വെല്ലുവിളിക്കാനാകാത്തതൊന്നല്ല. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ നേരിട്ട യുദ്ധം, അസമതുല്യ ആക്രമണം, പ്രോക്സി നെറ്റ്വർക്കുകൾ, മാനസിക യുദ്ധം, രാഷ്ട്രീയ സമ്മർദ്ദം എന്നിവയുടെ സംയോജനത്തിലൂടെ പുതിയ പോരാട്ടരീതി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു തകർന്ന താവളം പുനർനിർമ്മിക്കാം, ഒരു ബോംബ് മാറ്റിസ്ഥാപിക്കാം, ഒരു റൺവേ വീണ്ടും പണിയാം. പക്ഷേ അമേരിക്ക അജേയമാണ് എന്ന ധാരണ ഒരിക്കൽ തകരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം യുദ്ധഭൂമിയേക്കാളേറെ ദൂരം സഞ്ചരിക്കും. അതുകൊണ്ടുതന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് വെറും യുദ്ധമല്ല, ആഗോള ശക്തിസമവാക്യത്തിന്റെ പുനർലേഖനമാണ്.